കാണിക്കുന്നത് ജോനെയും ജേത്രിയെയുമാണ്. ജേത്രിക്ക് ടേസ്റ്റ് എല്ലാം തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ജോ. ഈ സമയത്ത് അങ്ങോട്ടേക്ക് ജേറ്റു വരികയാണ്. ഉടനെ തന്നെ ജേറ്റുവിനെ അവിടെ നിന്നും ഒഴിവാക്കാനായി അതിനൊരു ജോലി കൊടുത്ത് അതിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. അതിനുശേഷം ജോ ജയത്രിയോട് താൻ നിർമ്മിച്ച റോബോട്ടുകളെ കുറിച്ച് പറയുകയാണ്. താൻ ആദ്യം നിർമ്മിച്ചത് J1 എന്ന് പറഞ്ഞ ഒരു റോബോട്ടിനെയാണ്. അതിന് അനങ്ങാൻ പറ്റില്ല, കാലുകളുമില്ല, കൈകളുമില്ല, അതുപോലെ തന്നെ ഇമോഷൻസും ഇല്ല, സംസാരിക്കാനും പറ്റില്ല. അതിനൊരു 3 വയസ്സുകാരൻ്റെ ബുദ്ധിയാണ് ജോ നൽകിയിരിക്കുന്നത്. പിന്നീട് നിർമ്മിച്ചത് J2നെയാണ്. J2ന് കാലുകളുണ്ട്. ഒരു മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം J2 ചെയ്യും. സംസാരിക്കാനും കഴിയും. അതുപോലെ തന്നെ അതിന് ഫീലിങ്സുമുണ്ട്. അതിനൊരു 15 വയസ്സുകാരൻ്റെ ബുദ്ധിയാണ് ജോ നൽകിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഈ റോബോട്ടാണെങ്കിൽ വളരെ അഡ്വാൻസ്ഡ് ആണ്. ഇത് മനുഷ്യനാണോ റോബോട്ടാണോ എന്ന് തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന രീതിയിലാണ് ഇതിനെ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് അതിനോട് തന്നെ ജോ പറയുകയാണ്. ഇപ്പോൾ അര വരെയുള്ള ഭാഗം മാത്രമേ നിർമ്മിച്ചു കഴിഞ്ഞിട്ടുള്ളൂ. ഉടനെ തന്നെ നിന്റെ കാലുകൾ ഞാൻ റെഡിയാക്കി തരും എന്ന് ജേത്രിയോട് ജോ പറയുകയാണ്.